എന്ത് സംഭവിച്ചാലും എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണ്, കോപിച്ചതാരാണ്? അള്ളാഹുവാണ് കോപിച്ചത്. ആദ്യമായി ലോകത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആര് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു? ഇടുക്കി ജില്ലയിലാണെന്ന നമ്മളത് ജീവിതത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ്. ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്, മുസംബി അലർട്ട്, ആപ്പിൾ അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ്. ഇതിങ്ങനെ അലർട്ട് ഓരോന്നോരോ വരുമ്പോൾ ഇതിങ്ങനെയൊക്കെ സംഭവം ഉണ്ട്, ദാണ്ട് ഇത് സംഭവം ഉണ്ട്, ഇന്നതുണ്ട്, ഇതാ വരാൻ പോകുന്നു, കുലുങ്ങാൻ പോകുന്നു, ഡാം പൊട്ടാൻ പോകുന്നു, വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നു, തുറക്കാൻ പോകുന്നു. ഇഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കരുത്, ഖേദിക്കരുത്, പ്രയാസപ്പെടരുത്. അതുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാനാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അലർട്ട് നേരത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോളണം. പക്ഷെ ഗവൺമെന്റ് ഒന്നേ പറഞ്ഞുള്ളൂ, അള്ളാഹ് ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞു. എന്താ അത്? സൂറത്ത് ഹദീദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. സൂറത്ത് ഹദീദിലൂടെ അള്ളാഹു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആദ്യമേ സർക്കാർ ഇപ്പോഴല്ലേ പ്രഖ്യാപിച്ചത്. ഖുർആനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ റെഡ് അലർട്ട് വരുന്നതിന് മുമ്പേ അള്ളാഹു ഞങ്ങൾക്ക് ഇത് അറിയിച്ചു തന്ന സത്യമാണെന്ന് മനസ്സിലായേനെ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, ശാരീരികമായി സാമ്പത്തികമായി തകർന്നു പോകുന്ന ഓരോരോ അനുഭവങ്ങളും ഓരോരോ സംവിധാനങ്ങളെയും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ കാലേ കൂട്ടി പടച്ച തമ്പുരാൻ അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെയില്ല. അതിന്ന സമയത്ത്, അതിത്ര ദിവസത്തോളം, അതിത്ര വ്യക്തികളെ, അതിന്ന ഗ്രാമങ്ങളെ, അതിന്ന നാടുകളെ ബാധിക്കുമെന്ന് പടച്ച തമ്പുരാൻ കാലേ കൂട്ടി പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഭവിക്കും. ഉരുൾപൊട്ടും, വീട് കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും, തകർന്നു പോകും, നിങ്ങൾ നശിച്ചു പോകും, ഉരുൾപൊട്ടി നിങ്ങളുടെ വീടല്ല ഒലിച്ചു പോകും. ശാരീരികമായി സാമ്പത്തികമായി ഒരുപാട് ന്യൂനതകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹ് പറഞ്ഞു, എല്ലാം അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഇതൊക്കെ സംഭവിക്കും അല്ലാഹു തആല പറഞ്ഞു. ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും. എന്തിന്? ഇതൊക്കെ നേരത്തെ പറഞ്ഞത് എന്തിനാണ്? ഗവൺമെന്റ് പറഞ്ഞ എന്തിനാണ്? നമുക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്, പിന്നെ അത് പോയി ഇത് പോയി പറയരുത്. ഇത് മാത്രമേ ഗവൺമെന്റ് പറഞ്ഞുള്ളൂ. പക്ഷെ അള്ളാഹ് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ലികൈലാ തസൗ അലാ മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ ആതാകും. അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്, ഖേദിക്കരുത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് ഖേദിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് കാലേ കൂട്ടി അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പടച്ചവൻ അറിയിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്ക് വീട് പോയി, ഞങ്ങളുടെ കാലികൾ പോയി, ഞങ്ങളുടെ വിലപിടിപ്പുള്ള വണ്ടി പോയി, നഷ്ടപ്പെട്ടു. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഖേദിക്കാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് വരും വരായികൾ നേരത്തെ നോക്കിക്കൊള്ളണം. ഇതിന് അല്ലാഹു തആല നമുക്ക് നേരത്തെ റെഡ് അലർട്ട് അടിയിച്ചു തന്നു. എന്നിട്ട് അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞു വലാ തഫ്റഹൂ ബിമാ ആതാകും.
സാമ്പത്തികമായി കഴിവ് നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ? സമ്പന്നതയുടെ മടിത്തട്ടിൽ നിങ്ങൾ വിരാജിക്കുമ്പോ പടച്ച റബ്ബിനെ നിങ്ങൾ മറന്നു പോവുകയാണ്. കല്യാണ വേദികളിൽ നിന്ന് പാശ്ചാത്യന്മാരെ കവച്ചു വെക്കുന്ന അനാവശ്യ അശ്ലീല സദസ്സുകളായി വിവാഹ ചടങ്ങുകൾ മാറിയില്ലേ? പരിശുദ്ധ ശരീഅത്ത് പഠിപ്പിച്ച നിക്കാഹിന്റെ വിവാഹത്തിന്റെ ചടങ്ങുകളാണോ ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്നത്? ആഡംബരങ്ങളും ആർഭാടങ്ങളും അനാശാസ്യ പ്രവൃത്തികളും കൊണ്ട് അഹങ്കരിക്കുമ്പോ ഉല്ലസിക്കുമ്പോ പടച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, വലാ തഫ്റഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കരുത്. അങ്ങനെ അഹങ്കരിച്ചാൽ ഏതൊരു മണ്ണിന്റെ മുകളിൽ നിന്നാണോ നിങ്ങൾ തുള്ളിച്ചാടി നൃത്തം ചവിട്ടുന്നത്, ആ മണ്ണിലേക്ക് നിങ്ങളെ ഞാൻ ഇടിച്ചു താഴ്ത്തുമത്രേ. ഖുർആൻ. പക്ഷെ ഇത് നമ്മുടെ സർക്കാർ പറഞ്ഞില്ല. നിങ്ങൾ അഹങ്കരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. സർക്കാർ പറയൂലല്ലോ. അതുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പിലും നമ്മുടെ താത്ത ആടിയത്. താത്താക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ പോകണം, ബ്രെഡ് കൊടുക്കാൻ നമ്മൾ പോകണം, വീട് പോയി എല്ലാം പോയി മൊത്തത്തിൽ പോയി. ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം പെണ്ണുമാണ് എന്ത് ചെയ്യണം? ഇങ്ങനെ അദാബ് വരുമ്പം സുജൂദി കിടന്ന് കരയണം, പടച്ചവനെ നീ അദാബിനെ ഉയർത്തനല്ല. ആദരവായ ഹബീബായ ഷഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ എന്തെങ്കിലും മദീനയിൽ സംഭവിച്ചാൽ, സൂര്യഗ്രഹണം സംഭവിച്ചാൽ, ചന്ദ്രഗ്രഹണം സംഭവിച്ചാൽ, കൊടുങ്കാറ്റടിച്ചാൽ, വല്ലാത്ത അന്തരീക്ഷത്തിന് വല്ലാത്ത വ്യതിയാനങ്ങൾ സംഭവിച്ചാൽ അമറഹും ബിസ്സലാ, സഹാബാക്കളോടും വീട്ടുകാരോടും കുടുംബക്കാരോട് പറയും, ഇദാ ഫസഅ അംറുൻ അമറഹും ബിസ്സലാ, നിസ്കരിക്കാൻ ഫസല്ലു ഫസല്ലു ഫസല്ലു. എത്രത്തോളം പട്ടിണിയായാൽ പോൽ കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണിയാണ്. അഹ്ലുബൈത്ത് പട്ടിണി കിടക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ പട്ടിണിയിലാണ്, മഹദിയായ ആയിഷ പട്ടിണിയിലാണ്. വഴിയില്ല. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സല്ലു, നിങ്ങൾ നമസ്കരിച്ച് അല്ലാഹുവോട് ചോദിക്ക്, നിങ്ങൾക്കുള്ള വിഭവം അല്ലാഹു തആല എത്തിച്ചു തരും. ആരാ ആ സമയത്ത് നിസ്കരിക്കാൻ പോകുന്നത്? നമ്മൾ മഴയ്ക്ക് വേണ്ടി കേരളക്കാരെ ദുആ ചെയ്തു, പക്ഷെ മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്തത് എനിക്ക് തോന്നുന്നു 2018-ലാണ്. മഴയ്ക്ക് വേണ്ടിയാണ് ഇത്ര വർഷം നമ്മൾ ദുആ ചെയ്തത്. എന്റെ ചരിത്രത്തിൽ ഞാൻ 25 വർഷമായി ഈ ദീനിന്റെ ഖിദ്മത്തുമായിട്ട് നടക്കുന്നു. ഞാൻ ഇന്ന് വരെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മഴ നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ദുആ ചെയ്തത്. നമ്മൾ മാത്രമല്ലല്ലോ, ഓരോ മെമ്പർ മെഹ്റാബുകളൊക്കെ ദുആ ചെയ്തില്ലേ, ഖുനൂത്ത് ഓതിയില്ലേ? സുബൈക്ക് മാത്രമല്ല, ളുഹറിന്, അസറിന്, മഗ്രിബിന്, ഇശാക്ക് ഓതൽ, കരച്ചിൽ. ഖുനൂത്തൊക്കെ ഓതുമ്പോ ആളുകളുടെ ബഹളം, ആമീൻ ആമീൻ ആമീൻ, ആ വിളിയൊന്ന് കേൾക്കണം. പടച്ചവനെ റബ്ബേ, എന്താ സംഭവം? ഇവന്റെ വീട് മുങ്ങിപ്പോകല്ലേ എന്നുള്ളതാണ് ആമീനകത്തിരിക്കുന്ന രംഗം. എന്റെ വീട് മുങ്ങല്ല പടച്ചവനെ, അടുത്തവരെ എത്തി അള്ളാഹു, എവിടം വരെ എത്തി പടച്ചവനെ, എവിടം വരെ എത്തി പടച്ചവനെ. അതാണ് അള്ളാഹ് എല്ലായിടത്തും ടച്ച് ചെയ്തു. എവിടെയും ടച്ച് ചെയ്യാതെ പോയില്ലല്ലോ. ഒരു ചെറിയൊരു ദുരിതാശ്വാസ ക്യാമ്പെങ്കിലും നമ്മുടെ നാട്ടിൽ അള്ളാഹു തആല നൽകി. എന്തിനാ? പരീക്ഷണം മനസ്സിലാക്കാൻ വേണ്ടി. ചെറുത് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ അപകടങ്ങൾ വരുന്നതിന് മുമ്പ് ചെറിയ ടെസ്റ്റ് ഡോസുകൾ നൽകി അള്ളാഹു നമ്മെ അവന്റെ ദീനിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അശ്രദ്ധരായി കഴിയുന്നവരെ, ഉറങ്ങിക്കഴിയുന്നവരെ, ഉറക്കം നടിച്ചു കഴിയുന്നവരെ, ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥന്റെ ദർബാറിലേക്ക് നിങ്ങളെ അവൻ വിളിക്കുകയാണ്. പള്ളിയിലേക്ക് വിളിക്കുമ്പം ആരും വരൂല. നമ്മുടെ കുട്ടികളെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോഴേ തട്ടി ഉണർത്തുമ്പോ തട്ടുമ്പോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കും. അവസാനം വാപ്പ വന്ന് ബഹളം വെച്ച കട്ടിലിന്റെ കാലൊക്കെ പിടിച്ച് കുലുക്കും, മൊത്തത്തിൽ കുലുക്കും, ഭൂമി കുലുക്കും. എന്നാലും അവനൊരു കുലുക്കവും ഇല്ല. പിന്നെ ലാസ്റ്റ് ഘട്ട എന്താ? ഈ ഉറക്കം നടിക്കുന്നവനെയും ഉണരാത്തവനെയും ഉണർത്താനുള്ള അവസാനത്തെ ഘട്ടം എന്താ? ഒരു കപ്പ് വെള്ളം കൊണ്ടൊഴിക്കും, പിന്നെ അവിടെ കിടക്കൂല. അള്ളാഹ് ചെയ്ത പണി അതാ ഇപ്പൊ കേരളത്തിൽ. ശരിയല്ലേ? കുലുക്കി നോക്കി, പൊട്ടിച്ചു നോക്കി, അനക്കി നോക്കി, അനക്കമില്ല, ഒരുത്തിനും അനക്കമില്ല. അള്ളാഹ് ഒറ്റ പണി അങ്ങ് ചെയ്തു. ഉള്ള 47 ഡാമും കൂടെ തുറന്നങ്ങോട്ട് എല്ലാണ്ണവും അനങ്ങിയില്ലേ? വെള്ളം ഒഴിക്കുമ്പോഴേ മനുഷ്യൻ അനങ്ങുള്ളൂ. അതിനാണ് മനുഷ്യനെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ വെള്ളം കൊണ്ടുള്ള പരിപാടി അള്ളാഹ് ചെയ്തപ്പോ എല്ലാണ്ണവും അനങ്ങി. ശരിയല്ലേ? അതുവരെ കുലുക്കി നോക്കിയപ്പോ കുലുങ്ങാത്തവൻ ചിരിച്ച്, നീ കുലുങ്ങുന്നത് അല്ലെങ്കിൽ നീ കുറച്ച് കുലുങ്ങണടാ.
അങ്ങനെയാണ് എല്ലാവരും രസിച്ചത്. അവസാനം വെള്ളത്തിലിട്ടപ്പോ മൊത്തത്തിൽ അള്ളാന്റെ പിടി പല രീതിയിലാണ്. فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അള്ളാഹ് വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചു തരാണ് എങ്ങനെയാണ് അള്ളാന്റെ പിടിയുന്നത്, ഏതൊക്കെ രീതിയിലാണ് ശിക്ഷിക്കുന്നത്. കായൽ വാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കായലിന്റെ ഓരത്ത് കിടക്കുന്നവർ വിചാരിക്കും അള്ളാഹുവേ വെള്ളം പൊങ്ങി ഞങ്ങളൊക്കെ മുങ്ങും. അപ്പം മലയുടെ മുകളിൽ താമസിക്കുന്നവർ നമ്മൾ രക്ഷപ്പെട്ട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് അള്ളാഹ് നമ്മളെ രക്ഷപ്പെട്ട് അപ്പോഴാണ് അവിടെ ഉരുള് പൊട്ടുന്നത്. ആ വെള്ളത്തിലോട്ട് അവഞ്ഞു വരും. മുകളിൽ നിന്ന് പെട്ടെന്ന് ലിഫ്റ്റ് വരുന്ന പോലെ ഷൂന്ന് പറഞ്ഞു വരും. അവൻ അഹങ്കരിക്കാൻ പറ്റിയില്ല. അവൻ പറയും മലയും ഇല്ല വയലും ഇല്ല വെള്ളവും ഇല്ല, രക്ഷപ്പെട്ട് നമ്മൾ താഴെ. അപ്പോഴാണ് നമ്മുടെ ഭൂമി അങ്ങോട്ട് വെടിച്ചു കീറി പുളുക്കോ എന്നും പറഞ്ഞ് താഴോട്ട് പോകുന്നത്. അതും പോയി സംഭവിച്ചു. ഒന്നും വിട്ടില്ല. എല്ലായിടത്തും ചെറിയ തോട്, ആറ്, പുഴ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു. എല്ലായിടത്തും പഠിപ്പിച്ചു. ഒരിക്കലും വെള്ളം കയറില്ലെന്ന് പറഞ്ഞ ടൗണ് മൊത്തം ദിവസങ്ങളോളം വണ്ടി ഇല്ലല്ലോ കേരളത്തിൽ. KSRTC ബസ്, ആ KSRTC ഒന്ന് കാണിക്കണേ അല്ലാതെ ദുആ ചെയ്തവരുണ്ട്. കാണാനില്ല സാധനം. എങ്ങോട്ട് പോകാനാണ് സംഭവം. എന്തായിരുന്നു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു ഏതെല്ലാം രീതിയിൽ അല്ലാഹു തആല പിടിക്കുന്നത്. ഓരോരുത്തരെ പിടിക്കുന്നത്, ശിക്ഷിക്കുന്നത് അവരുടെ പാപത്തിന്റെ തോതനുസരിച്ചാണ്. നല്ലപോലെ മനസ്സിലാക്കോ. കല്യാണത്തിന് കുറച്ചുകൂടെ പടക്കം പൊട്ടിക്കണം, നല്ലതുപോലെ പൊട്ടിക്കണം. എന്റെയൊക്കെ മൂലത്തി അല്ലാഹ് നാളെ പൊട്ടിക്കും, ഉറപ്പാണ്. ഈ തന്തയുടെയും തള്ളയുടെയും പുതിയ പെണ്ണിന്റെയും പുതിയാപ്പിളുടെയും ഒക്കെ പൊട്ടിക്കും മൂല അല്ലാഹു തആല. വരാൻ പോകുന്നേ ഉള്ളൂ, കണ്ടോണം. ഇനി ഈ ഇത്രയും പ്രളയത്തിന്റെ ഇടയ്ക്ക് ഒരു വാട്സപ്പ് വന്നു കണ്ണൂര് നടക്കുന്നത്. അതിന് ഈ ആയത്തും അതീത് ഓതിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ നാട്ടുകാരെന്നെ പറഞ്ഞു ഇവിടെ ഇനി ഭൂമി കുലുങ്ങിയാലേ പറ്റുള്ളൂ. ചില സാലിഹ്യങ്ങളും മഹാന്മാരും ഒക്കെ ചിലപ്പോൾ ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ദുആയുടെ പേരിൽ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ കൂടുതൽ രക്ഷ ഒന്നും പെടണ്ട. ചിലർ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഔലിയാക്കളൊക്കെ ഉള്ളത് കൊണ്ട്, സാലിഹ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് പേടിക്കേണ്ട ആളിയാ, നമുക്ക് എന്തു ആകാം. അവർക്കൊരു അതീത് കേട്ടോളി. അങ്ങനെ ധരിക്കുന്നവർക്ക് ഇവിടെ ഒന്നും പ്രശ്നമില്ല, ഒന്നും ഉണ്ടാവൂല. നമ്മളൊക്കെ സാലിഹീങ്ങളാണ്, നമ്മളൊക്കെ നല്ല ആരിഫീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ് എന്നൊക്കെ നമ്മൾ ധരിക്കും. നിസ്കാരം ഉള്ളവർക്കാണ് കൂടുതൽ പരീക്ഷണം. അതാദ്യം മനസ്സിലാക്കും. അലിഫ് ലാം മീം അഹസിബൻ നാസ് അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ജനങ്ങളെ നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഈമാനുള്ളവനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ലാ യുഫ്തനൂൻ, ഫിത്നകളും ഫസാദുകളും ശിക്ഷകളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിന്നെ പിടികൂടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുകയേ വേണ്ട സത്യവിശ്വാസികളെ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله ألا إن نصر الله قريب. നമ്മുടെ ദുആ
നമ്മളെപ്പോലെ അല്ല നിലവിളിച്ചത്, പ്രവാചകന്മാര് പോലും അള്ളാഹുവിന്റെ പിടി വന്നപ്പോ, അവന്റെ ശിക്ഷ വന്നപ്പോ പ്രവാചകന്മാര് പോലും നിലവിളിച്ചു പോയി. അംഹസിബത്തും, നിങ്ങൾ കരുതുന്നുണ്ടോ, അന്തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, മുൻഗാമികളെ പിടിച്ചു കുലുക്കിയ ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് വരാതെ, നിങ്ങൾ അത് അനുഭവിക്കാതെ ലാഘവത്തോടെ സ്വർഗത്തിൽ പോകാമെന്ന് അല്ലാഹുവിന്റെ ദാസന്മാരെ, ദാസികളെ നിങ്ങൾ കരുതുന്നുണ്ടോ? മസ്സതുഹുമുൽ ബസാ വല്ലറാ, ആ മുൻഗാമികളായ സമൂഹത്തെ അല്ലാഹു ക്ലേശം കൊണ്ട്, വേദന കൊണ്ട്, പ്രയാസം കൊണ്ട്, ദുരിതം കൊണ്ട്, ദുഃഖം കൊണ്ട് അല്ലാഹു അവരെയും പിടികൂടിയില്ലേ? വസുൽസിലൂ, അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മാ, അവർക്ക് നേതൃത്വം കൊടുത്ത പ്രവാചകനും അതേപോലെ അവരുടെ അനുയായികളായ സത്യവിശ്വാസി സമൂഹവും ഒരേ വാക്കിൽ, ഒരേ ശ്വാസത്തിൽ അവർ ചോദിച്ചില്ലേ, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? എല്ലാം കുലുങ്ങാൻ തുടങ്ങി മൊത്തത്തില്. അവിടെ ഇവിടെ എങ്ങനെ രക്ഷയില്ല, കുലുക്കലോടെ കുലുക്കം, അവിടെ ഇവിടെ ഒക്കെ അല്ലാഹു തആല പിടിക്കാൻ തുടങ്ങി. അവസാനം പ്രവാചകനും ചോദിച്ചു പോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? വല്ലദീന ആമനൂ മാ, സത്യവിശ്വാസികളും അല്ലാഹുവോട് ചോദിച്ചു, മതാ നസ്റുല്ലാഹ്, എപ്പോഴാ സഹായം, എപ്പോഴാ സഹായം? നമ്മളെ വിളിച്ചില്ലേ, നമ്മൾ ചോദിച്ചില്ലേ, കുനൂത്ത് ഓതിയില്ലേ? സുബൈക്ക് മാത്രം ഓതിക്കൊണ്ടിരുന്ന ലഹറിന് ഓതി, അസറിന് ഓതി, മഗ്‌രിബിന് ഓതി, ഇശായിക്ക് ഓതി, ജുമുഅക്ക് ഓതി, ഓതലോടെ ഓതല്. എന്താ ഓതല്? കാരണം എന്താ? വെള്ളം പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത ഡാം പൊട്ടാൻ പോകുന്നു. അല്ലാഹുവേ, പൊട്ടിയാ തീർന്ന് 10 ലക്ഷം എല്ലാം അറബിക്കടലിൽ പോയി വീഴും. ലംബോർഗി ഒക്കെ പോയിട്ട് ചരുവത്തി കയറേണ്ടി വരും. പടച്ചവനെ, ഗതിയില്ല. വല്ലാത്ത വിഷമം, ഭയങ്കര പ്രശ്നമായി പോയി. ആകെ മൊത്തത്തിൽ പേടിച്ച് അല്ലാഹ് പേടിപ്പിച്ച് കുലുക്കി കളഞ്ഞില്ലേ? നമ്മളെ മാത്രമല്ല കുലുക്കുന്ന മനസ്സിലായില്ലേ? മുൻഗാമികൾ അല്ലാഹ് കുലുക്കി. അപ്പൊ അവര് പ്രവാചകന്മാരടക്കം, സത്യവിശ്വാസികൾ അടക്കം ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, സമാധാനപ്പെട്, ഇതാ വരുന്നു, അല്ലാഹുവിന്റെ സഹായം ഉണ്ട് കേട്ടോ. പടച്ചവൻ ആ വിളി കേട്ടു. ആ അവസാനത്തെ വെള്ളിയാഴ്ചത്തെ എല്ലാവരുടെ ദുആയും കരച്ചിലും നിലവിളിയും ദിക്റും ദുആയൊക്കെ അല്ലാഹ് കേട്ടു. പടച്ചവൻ മഴ നിർത്തിയതോ ഒടുക്കത്തെ നിർത്തൊക്കെ ഉള്ള വെള്ളം കൂടെ പറ്റിപ്പോയി. അതാ രസം. എന്താ ഇത് അത്ഭുതം? ഉള്ളതും കൂടെ അല്ലാഹു തആല പറ്റിച്ചു കളഞ്ഞു. ഭയങ്കരമായ അത്ഭുതം തന്നെയാണ്. പെരിയാറിൽ കൂടെ നടന്നു പോകുന്നു, ഇക്കരയിൽ അക്കരയിലേക്ക്. 5 നിലയുടെ ഫ്ലാറ്റിന് മുകളിൽ കൂടെ ഒഴുകിയ പെരിയാറിന്റെ അടിയിലെടുത്ത് നടന്നു പോവാണ്. മുട്ടുവരെയുള്ള വെള്ളം. എന്ത് പോക്ക ഇത് പഠിച്ചാൽ. ഉള്ളതെല്ലാം കരിഞ്ഞു പോയി, ഉള്ളതെല്ലാം നശിച്ചു പോയി. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക്. പരിശുദ്ധ ഖുർആനൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെയാ അല്ലാഹ് ഇതെല്ലാം. ഇന്ന് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പല സംഭവങ്ങളും ഇന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു ശിക്ഷകൾ ഇറക്കിയത് മുഴുവനും നമ്മളിന്ന് കണ്ടു. പല വീടുകളുടെ മേലാപ്പ്, പല വീടുകളുടെ മുകൾ ഭാഗം എല്ലാം താണ് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ? പോയി കണ്ടില്ലേ? ഇടുക്കിയിൽ ജില്ലയിൽ പോകാത്ത എന്ത്? എറണാകുളം ജില്ലയൊക്കെ ഒന്ന് പോയി പരിശോധിക്കാത്ത എന്ത്? ഇടയ്ക്ക് പോകണം. അല്ലാഹ് പറഞ്ഞ വാക്കാ പോകാൻ. അബൂബക്കർ അല്ല പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞ ഓതിത്തരാം. فكأي من قرية أهلكناها فهي ظالمة وهي خاوية على عروشها وبئر معطلة وقصر مشيد. എത്രയെത്ര നാടുകളാ, എത്രയെത്ര ഗ്രാമങ്ങളാണ്, എത്രയെത്ര പട്ടണങ്ങളാണ് ആ നാട്ടുകാര് അഹങ്കാരികളും തെമ്മാടികളുമായതിന്റെ പേരിൽ ആ നാടിനെ നാം നശിപ്പിച്ചത്. അവർ അക്രമകാരികളായിരുന്നു, അവർ അഹങ്കാരികളായിരുന്നു, അവർ ധിക്കാരികളായിരുന്നു. പരിശുദ്ധ ഖുർആൻ
അക്രമികളായ നാടുകളെയൊക്കെ അല്ലാഹു തആല ശിക്ഷിച്ചു പരീക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. നിങ്ങൾ അവരുടെ പരിസരത്തൂടെ സഞ്ചരിച്ചു നോക്കണേ. അവർ താമസിച്ച വീടിന്റെ മേലാപ്പ് അവരുടെ മേലേക്ക് വന്ന് പതിച്ചു കിടക്കുകയാണ്. എല്ലാം അതേപോലെ താന്ന് കിടക്കും. കണ്ടില്ലേ കേരളത്തിൽ ഇത്ര വീടിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് എല്ലാം താഴേക്ക് വന്ന് കിടക്കാണ്. ഇത്ര വീടുകൾ അല്ലാഹു തആല പറഞ്ഞ മക്കൾ. എന്നിട്ടോ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന ശുദ്ധജലം, സുഗതമായ ശുദ്ധമായ പാനീയം കുടിച്ചുകൊണ്ടിരുന്ന കിണർ മാലിന്യമായി, ഉപയോഗശൂന്യമായി, ചെളി കൊണ്ട് നിറഞ്ഞു, അഴുക്ക് കൊണ്ട് നിറഞ്ഞു. എത്രയെത്ര ഉപയോഗശൂന്യമായ ചെളി കൊണ്ട് നിറഞ്ഞ, അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞ കിണറുകൾ കാണണോ? ആ ഗ്രാമവീഥികളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണേ. ഖുർആൻ കേരളത്തിൽ പോയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ട് ഖുർആനിൽ അവിടെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് കേരളത്തിലൂടെ നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് കാണാമെന്നാ പറഞ്ഞത്. വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന കിണർ മൊത്തം അഴുക്കായി. ഇവിടുന്ന് കേരളത്തിൽ, നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എത്രയോ പേര് വടക്കൻ കേരളത്തിലോട്ട് പോയി കിണർ ശുദ്ധിയാക്കാൻ വേണ്ടി പോയി. ചെങ്ങന്നൂര് പോയി, ബാവേലിക്കര പോയി, എറണാകുളത്ത് പോയി, ആലുവയിൽ പോയി, ചാലക്കുടിയിൽ പോയി കിണർ ശുദ്ധിയാക്കാൻ. അല്ലാഹു പറഞ്ഞ വാക്കാ അഴുക്ക് കൊണ്ട് നിറഞ്ഞ കിണറുകൾ. ബഹുനില കെട്ടിടങ്ങളെല്ലാം തകർന്നു കിടക്കുന്നത്, അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് അസ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നത് നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്താൽ കാണാം. അടിമാലി ടൗണിൽ നിങ്ങൾ പോയാൽ മതി. കേരളത്തിലാ, നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 140-70 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിമാലിയിലെ 2 നില കെട്ടിടം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. പോയി നോക്കിക്കോ. ഇതൊക്കെ ഞാൻ പോയി കണ്ടു. ഈ ആയത്തൊക്കെ ഓർമ്മ വന്നത് അല്ലാഹു പറഞ്ഞതാ, പോയി നോക്കാം. നമ്മൾ സർക്കാർ പറഞ്ഞിട്ട് സർക്കാർ പോകണ്ടെന്നാ പറയുന്നത്. അല്ലാഹു പറഞ്ഞു നോക്കോ പോകാൻ, അതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. എന്താ അല്ലാഹു പറഞ്ഞത്? അഫലം യസീറൂ ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. ഏ ദാസന്മാരെ, ദാസികളെ, മനുഷ്യ മക്കളെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ടും പഠിക്കാത്തവരെ, ഇതാ നിന്റെ നാടിന്റെ ഓരത്തിതാ സംഭവിച്ചിരിക്കുകയാ. അതിന്റെ വീതിയിലൂടെ നീയൊന്ന് നടന്ന് ചെല്ലണേ. ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. ആ നാട്ടിലൂടെ അവർ സഞ്ചരിച്ചാൽ അവർക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഹൃദയങ്ങൾ ഉണ്ടാകുമത്രേ. നോക്കിയാൽ മതി, ചിന്തിക്കാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ ഈ കാണുന്ന പടച്ചവൻ? എന്താ ഇത് റഹ്മാനെ? ആ വീട് മാറി നിൽക്കുന്നു. എന്താ ഇത് സംഭവം? പക്ഷെ ആളുകൾ പോകുന്ന അതിനല്ല, ഫോട്ടോ എടുക്കാൻ. അതാ രസം. അതാ പറഞ്ഞത് അല്ലാഹു തആല എത്ര ശിക്ഷ ഇറക്കിയാലും ഇവിടെ പഠിക്കൂല എന്നുള്ളത്. ആളുകൾ ഫോട്ടോ എടുക്കാൻ അതിനല്ലേ പോകുന്നത്. ഈ അല്ലാഹ് നിനക്കിത് കാണിച്ചെന്ന്, നിനക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം പഠിക്കാനാണ്. നീ വലാ തഫ്റഹു ബിമാ ആതാകും, നിനക്ക് തന്നതിൽ നീ അഹങ്കരിക്കാതിരിക്കാനാണ്. നിർത്താൻ സമയമായോ? പിന്നെന്ത്? പേപ്പറും ഈ നോട്ടീസും ബക്കറ്റൊക്കെ വരുമ്പോ എനിക്ക് ഹാളറാത്തുള്ളത്. സ്ത്രീകൾക്ക് മുന്നോട്ടിരിക്കാൻ ഓർമ്മപ്പെടുത്ത സ്ഥലമില്ലാതെ കയറി. സഹോദരിമാർ എവിടെ ഇരിക്കുന്ന ആർക്കറിയാം? മൈക്കുകാർ എഴുന്നേക്കാൻ പോണോ? എന്തിനും അങ്ങോട്ടാന്ന് വരാൻ പറഞ്ഞല്ലോ. നീ എഴുന്നേക്കാതെ അവിടെ. സഹോദരിമാരെ അടുത്തടുത്ത് കയറി. നിങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിമെന്റ് കെട്ടിയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പറഞ്ഞിട്ട് സിമെന്റ് ചോദിച്ചാൽ തരത്തില്ല. ഒരു 35 പാക്കറ്റ് സിമെന്റ് എന്നോട് പറഞ്ഞൊരു അമാനത്താ. ഇപ്പോഴേ നിങ്ങൾ കബൂലാക്കി വെച്ചേരെ കേട്ടോ. നമുക്ക് കിടന്ന് വലിച്ച് പിരിക്കാനൊന്നും എടുക്കാനൊന്നും വയ്യല്ലോ. ഉള്ള കാര്യം പറഞ്ഞിട്ടില്ലേ? ആ ഫാൻ എടുത്ത് ഇങ്ങോട്ട് വിടാം. മോനെ ദിനേശ പോയോ? ഓനടക്ക് പോയി. എവിടെയൊക്കെ പാടാ. ഈ ഫാൻ എടുത്ത് കുറച്ച് അടുപ്പിച്ചു പോയി. മുണ്ട് പറന്നു പോലെ എൻ്റെ പടച്ചോനെ. മൊത്തം ക്യാമറ കീഴി കൊണ്ട് വയ്ക്കാതെ എപ്പുറത്തോട്ട് പോയി. ഒന്നാമതെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം.
ഇനി ഭൂമി കുലുക്കം കൂടെ ഉണ്ടാകല്ലേ. ചായ വെള്ളം കുടിക്കാത്ത സ്ത്രീകൾ നീങ്ങിയിരുന്ന കുറച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന കുറച്ച് വെളിയിലോട്ടൊക്കെ ഇറക്കിയിരുത്തിയോ കുഴപ്പമില്ല. വാതിന് വരുമ്പോൾ മാത്രമല്ല മുടി പൊതിച്ച് വയ്ക്കും, ബാക്കി എല്ലായിടത്തും തുറന്ന മനസ്സോടെ ഇരിക്കുന്നത്. അതിന് വരുമ്പോ എന്തൊരു അദബോ മാഷാ അല്ലാഹ്. ഉസ്താദിനും കാണാൻ പറ്റില്ല, വലിയവർക്കും കാണാൻ പറ്റൂല. അള്ളാഹ് നമ്മളെ കാണാന്ന് പറഞ്ഞ പോലെ നമ്മളെ അവർക്ക് കാണാം, അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. ഇനി അവിടുന്ന് ഒരു സ്ക്രീൻ എനിക്ക് മാത്രമായിട്ട് വെക്കണം, ഉമ്മയും കാണാൻ ആരെക്കൊണ്ട്. നമ്മളെ അത് ന്യായമാണ്, നമ്മളെ മാത്രം അവർ കാണുക. എന്ത് ന്യായം അത്? പാടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചൊക്കെ ഇരുത്തിക്കൂടെ, സൈഡിലൊക്കെ കേൾക്കേണ്ട സാധനങ്ങളായി. എത്ര കേട്ട് ഖുർആൻ മൊത്തം ഓതിയിട്ട് ഒളിച്ചോടി പോകുന്നു, ഒരു രക്ഷയില്ല. ഹത്ത ഓതി ദുആർന്നുകൊണ്ടാ ഓടുന്നത്. പടച്ചോനെ പോകുന്ന വഴിക്ക് ആരും പിടിക്കല്ലേ അല്ലാഹ്. പിന്നെ ഇത് കൊണ്ടുണ്ടാ ഫായിദ? അത് ഓതിട്ടാ പോവാ. പള്ളിയിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ ഇറങ്ങി കാണിക്കാൻ വഞ്ചിലും കൂടെ ഒരു 10 രൂപ ഇടും, പടച്ചോനെ ആരും പിടിക്കല്ലേ. പിന്നെ ഇതിനോടൊക്കെ വേദം ഓതിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടൊക്കെ ചെറുപ്പക്കാർ കുട്ടികളെ ഒളിച്ചോടുന്നത്, എന്നാലും പിന്നെ പ്രശ്നമില്ലെന്ന് വെക്കുക. ഇത് 4-5 മക്കളുള്ള സാധനം, ഇതിനൊക്കെ ഇപ്പോഴാണ് അളക്കം പിടിക്കുന്നത്. അല്ലാഹു അഅലം. സംഭവം 4 മക്കൾ 5 മക്കളൊക്കെ ഉള്ള സാധനം ഇന്നലെ 4 എണ്ണം ഉള്ള 4 മക്കളുള്ള ഒളിച്ചോടി ഇല്ല ഉസ്താദേ. ഇതിപ്പോ എന്തോ ഒരു ഫാഷനാന്ന് തോന്നി ഒളിച്ചോടുക എന്നുള്ള സംഭവം. ഒരു ഫാഷനാണ്. നമ്മൾ മുയിലായിപ്പോയി. അല്ലെങ്കിൽ അത് നോടി നോക്കാറുണ്ട് എന്താ ഇതിന്റെ സിസ്റ്റം എന്നുള്ളത്, പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. ആരെല്ലാം എവിടെയും വെച്ച് പിടിച്ചാൽ പറയാം ഇല്ലപ്പ പ്രസംഗിക്കാൻ വേണ്ടി ഒന്ന് ഓടി നോക്കിയതാ. അതാണ് ഇപ്പൊ പിന്നെ അനുവാദം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഇനി പ്രശ്നമില്ല. അതിന്റെ അതീതൊക്കെ പറഞ്ഞുതരാം. ചുമ്മാ അല്ല കുലുക്കാൻ തുടങ്ങിയതല്ല, കുലുക്ക ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ഇപ്പൊ അനുവാദം കിട്ടിയത് കൊണ്ട് ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇനി ഇപ്പം പൂട്ട് കണ്ടുപിടിക്കണം. പെണ്ണുപിള്ളയെ ആൺപിള്ളയൊക്കെ പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റും, കാരണം അതിന് രക്ഷയില്ല. എല്ലാം അനുവാദം കിട്ടി, തുറന്ന സമ്മതം കിട്ടി. അത് അനുവാദം കിട്ടുമെന്ന് ഹദീസ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 35 പാക്കറ്റ് റെഡിയാക്കി വെച്ചോ, പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം നിന്നു പോകും സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ അല്ലാഹ് പറഞ്ഞെന്താ? പോയി നോക്കണം. ഈ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഈ കെട്ടിടം മാറി നിൽക്കുന്നത്, ഈ അഴുക്ക് കിണറുകള്, വീടിന്റെ ഒക്കെ സമുച്ചയമൊക്കെ താഴെ വീണ് ഇടിഞ്ഞു കിടക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ പോയി നോക്കണം. അപ്പൊ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു ഹൃദയം ഉണ്ടാകും. ഫതകൂനു ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. ഇതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് കേട്ടാൽ പടച്ചോൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകും അത് കേൾക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വാക്കാണ്. പക്ഷേ എന്ത് ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. പക്ഷെ എന്ത് ചെയ്യാൻ? ഇവരെ ഇതൊക്കെ പോയി കണ്ടിട്ട് ഇവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, ഇവരുടെ കൽബുകൾക്കാണ് അന്ധത ബാധിച്ചത്. ഇതെല്ലാം പോയി കണ്ടു. അതല്ലേ പോയി കണ്ടിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയപ്പോഴും അവിടെയും ഡാൻസ്, അവിടെയും ഒപ്പന, അവിടെയും പാട്ട്. അതാ അല്ലാഹ് പറഞ്ഞത്, ഫൈന്നഹാ ലാ തഅമൽ അബ്സാർ. നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. നിങ്ങളുടെ കൽബിലുള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണടഞ്ഞു പോയാൽ പിന്നെ അല്ലാഹുവിന്റെ എന്ത് ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഒരു മനുഷ്യന് 4 കണ്ണുണ്ട്. ലികുല്ലി ഇൻസാനിൻ അർബഉ അയുനിൻ. ഓരോ മനുഷ്യർക്ക് 4 കണ്ണാണ്. ഐനാനി ഫി റഅസിഹി വ ഐനാനി ഫി ഖൽബിഹി. 2 കണ്ണ് അവന്റെ തലയിലാണ്, അവന്റെ മുഖത്താണ് 2 കണ്ണ്. വ ഐനാനി ഫി ഖൽബിഹി. നമ്മുടെ വെളിയിലുള്ള 2 കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് വ ഐനാനി ഫി ഖൽബിഹി. അവന്റെ ഖൽബിന്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വെക്കുന്നത്. അതിങ്ങോട്ട് കൊടുക്കും. അല്ല, ഡബിൾ ആയിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഈ പുറത്ത് മാത്രമല്ല, അകത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് കണ്ടതൊക്കെ ഓർമ്മ വരുന്നത്. അന്ന് നമ്മൾ കണ്ട അവിടെ വെച്ച് ആലുവ മണപ്പുറത്ത് വെച്ച് ഇന്നല്ലേ കണ്ടത്, അത് തന്നെ. ആ ഓർമ്മ ഈ ലൈനും കൂടെ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് ഒരു കണക്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മറക്കാതിരിക്കുന്ന സാധനമാണ്. പെണ്ണുങ്ങളെ കണ്ടാൽ മറക്കില്ല. നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ കൈ കെട്ടുന്നവരെ അവളുടെ ഓർമ്മ വരില്ല. കൈ കെട്ടിക്കഴിഞ്ഞാൽ അവളുടെ പച്ച ചുരിദാറിന്റെ രംഗത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും. കറക്റ്റ് ആയിരിക്കും സംഭവം. ആ ലെഗിൻസിന്റെ പോക്കും ആ വരവും ഇതെല്ലാം കൂടെ ആ സമയത്ത് ഇതെന്താ സംഭവം? കൽബിലാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഒരു മനുഷ്യന് 4 കണ്ണാണ്, 2 കണ്ണ് മുഖത്ത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ?
ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ. ഇത്രത്തോളം അനുഭവങ്ങൾ കണ്ടിട്ട് അവൻ പാഠം പഠിച്ചില്ല എങ്കിൽ അവന്റെ മുഖത്തുള്ള രണ്ട് കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. അവന്റെ ഖൽബിലുള്ള രണ്ട് കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചത്. അതിന് അന്ധത ബാധിച്ചാൽ പിന്നെ ദുനിയാവിൽ എന്ത് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ വന്നാലും അവരെ മനസ്സിലാക്കൂല. അതാണ് എത്ര ഇൽമു പഠിച്ചിട്ടും എത്ര നസീഹത്ത് കേട്ടിട്ടും ഈ പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നതിന്റെ കാരണം എന്താ? ഖൽബിൽ അന്ധത ബാധിച്ചു പോയി. ഇനി അവരുടെ മുന്നിൽ ഖുർആനോ ഹദീസോ ആഖിറമോ നരകമോ ഒന്നുമല്ല. ഇനി അവരൊന്ന് കണ്ണടച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാഹ് നീ പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു, പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വേറെ തെറ്റിദ്ധരിച്ചു പോയി, പിന്നെ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കണ്ണടയിൽ വിഷയമല്ല, കൽബിന്റെ ഉള്ളിൽ രണ്ട് കണ്ണടയാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ അന്ധന്മാര് ഹാഫുലിങ്ങൾ, കണ്ണ് കാണാതെ എത്രയോ പേര് ഹാഫുലിങ്ങളില്ലേ, കാസറ്റിലൂടെ കേട്ട് പഠിക്കുന്നവര് എത്ര ഓർമ്മ. നിങ്ങളൊരു പൊട്ടന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മൊബൈൽ കൊടു, കറക്റ്റ് അവൻ വിളിച്ച് നമുക്ക് വരും. പണ്ടൊക്കെ STD ബൂത്ത് വെച്ചോണ്ടിരിക്കുന്ന ആരാ? കണ്ണ് കാണാത്തവരാ, കണ്ണ് പൊട്ടൻ അല്ലേ? STD ബൂത്ത് കറക്റ്റ് അവര് നമുക്ക്, നിങ്ങൾ പറഞ്ഞാൽ മതി നമ്പർ. അല്ല നിങ്ങൾ കണ്ണാണല്ലോ, എനിക്ക് നിന്നെക്കാളും കണ്ണാണ്, നീ നമ്പർ പറയണ്ടേ. അവൻ നമുക്ക് കുത്തി റെഡിയാക്കി തരും. കളിപ്പിക്കാൻ നോക്ക്. 10 രൂപ 5 രൂപ 100 രൂപ 50 രൂപ ഒന്ന് കൊടുത്തു നോക്ക്. എന്തിനാ നമ്മുടെ പുതിയ നോട്ടിന്റെ സൈഡിലെ വര, സൈഡിൽ 2 വര കണ്ടുണ്ടോ? 3-4 വര കണ്ടുണ്ടോ? എടുത്തു വെച്ച് നോക്കണം. ആ രൂപയുടെ സൈഡിൽ വരയുണ്ട്. അത് ഇവർക്ക് മനസ്സിലാക്കാനാണ് ഇത് എത്ര രൂപയാണ്, എത്ര രൂപയാണ്. നമ്മുടെ മൊബൈൽ ഫോണിന്റെ നടുക്ക് ഒരു മുഴയുണ്ട്, ഒരു ചെറിയ ഒരു മുഴ. അതെന്തിനാണ്? അത് മനസ്സിലാക്കിയിട്ടാണ് ഈ അന്ധന്മാര് ഇതൊക്കെ നമ്മൾ നമ്പർ കറക്കുന്നത്. നിനക്ക് ഓരോന്നിനും ഓരോ എംബ്ലമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, കൽബിന്റെ കാഴ്ച നഷ്ടപ്പെടരുത്. ആ കൽബിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാന്റെ എന്ത് ദൃഷ്ടാന്തവും നിന്റെ മുന്നിൽ വില പോവുകയില്ല. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് കൽബിൽ സീൽ വെച്ചവരുടെ അടയാളമാണ്. അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഹൃദയത്തിൽ പൂപ്പ് പിടിച്ചുപോയി, തുരുമ്പ് പിടിച്ചുപോയി, ക്ലാവ് പിടിച്ചുപോയി. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങള് ക്ലാവ് പിടിക്കാതെ, ഈമാൻ തെറ്റിപ്പോകാതെ, ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നത്. اللهم مقلب القلوب ثبت قلبي على دينك. എല്ലാ നമസ്കാര ശേഷവും നിങ്ങൾ അത് ചെയ്യണേ. ഹബീബായ തങ്ങൾ ചെയ്യുമായിരുന്നു. പരിശുദ്ധ ഖുർആനും അത് സ്ഥിരപ്പെട്ട കാര്യമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ലാ തുസിഗ് ഖുലൂബനാ. അല്ലാഹ് നീ ഹിദായത്ത് നൽകിയാണ് ഞങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ആ ഹിദായത്ത് തകർത്തുകളയല്ലേ പടച്ചവനെ, നശിപ്പിക്കല്ലേ പടച്ചവനെ. ഒരു കാമുകിക്ക് വേണ്ടി, ഒരു കാമുകന് വേണ്ടി, ദുനിയാവിന്റെ ഭൗതിക സംസ്കാരത്തിന് വേണ്ടി, രസാനുഭൂതികൾക്ക് വേണ്ടി യാ അല്ലാഹ് ആ ഈമാനിനെ, ഹിദായത്തിനെ തകർക്കല്ലേ പടച്ചവനെ എന്ന് ഓരോ സമയവും ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ചെയ്യാത്തവരാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട് ഒളിച്ചോടി പോകുന്നത്. ലാ തുസിഗ് ഖുലൂബനാ. ഖൽബ് മാറിപ്പോകരുത്. ഹിദായത്തിൽ നിന്ന് പോയാൽ തീർന്നു. അതുകൊണ്ട് ദുആ ചെയ്യണം എപ്പോഴും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് പോയി നോക്ക്, ഓരോ സ്ഥലങ്ങളിൽ പോയി നോക്ക്, അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. ഫതകൂന ലഹു ഖുലൂബു യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. കാണാം എങ്ങനെയൊക്കെയാണ് അല്ലാഹു തആല ഭൂമിയിൽ ഇളക്കമുണ്ടാക്കിയത്, ഭൂമിയിൽ അല്ലാഹു തആല എങ്ങനെയൊക്കെയാണ് ശിക്ഷകൾ ഇറക്കിയത്. ഇത് നിങ്ങൾ കാണണം, പോയി നോക്ക്. അതിനാണ് അല്ലാഹു തആല പല രീതിയിൽ ശിക്ഷകൾ ഇറക്കുന്നത്. ആ ശിക്ഷകൾ ഇറക്കുമ്പോ ഈ നാട്ടിൽ സാലിഹീങ്ങൾ ഉള്ളത് കൊണ്ട് ശിക്ഷകൾ ഇറങ്ങൂല എന്നാരും വിചാരിക്കണ്ട. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാക്കളോട് ഒരു പ്രഭാഷണം നടത്തുകയാ. ലോകത്തിന്റെ മുത്തായ ഷഫീആയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൊക്കെ ചൊല്ലണം, നല്ല റാഹത്തായിട്ട് ചൊല്ലണം, മറന്നു പോകണ്ട. വൈലുൽ ലിൽ അറബ്, ഏ അറബികളെ നിങ്ങൾക്ക് നാശം.
മിൻ ശർറിൻ ഖദ് ഇഖ്തറബ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതാ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മഹാവിപത്തിനെ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. മിൻ ഫത്ഹി യൗമി മിൻ യൗമ ഫുതിഹ റദ്മി മിൻ റദ്മി യഅജൂജ വ മഅജൂജ. യഅജൂജ് മഅജൂജിന്റെ സംരക്ഷണ ഭിത്തി ഇതാ തകർത്തുകൊണ്ട് ആ സൈന്യം നമ്മളെ തകർക്കാൻ വരികയാണ്. അതിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. യഅജൂജ് മഅജൂജിനെ അതിന്റെ ഷർറിൽ നിന്ന് സംരക്ഷണ ഭിത്തി തീർത്തു കൊടുത്തു. ആ കാലഘട്ടത്തിലെ ദുൽഖർനൈനി രാജാവ് ഇരുമ്പിന്റെ വലിയ മതിൽക്കെട്ടാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ അത് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ആ വിഭാഗം ദിവസം തോറും പോയി അതിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും, തകർക്കാൻ വേണ്ടി, അപ്പുറത്തേക്ക് കടക്കാൻ, നമ്മളെയൊക്കെ നശിപ്പിക്കണ്ടേ, ശിക്ഷകൾ വരണ്ടേ, അതിന് വേണ്ടിട്ട് അതിങ്ങനെ ദിവസം തോറും പോയി ഇങ്ങനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിള്ളൽ ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് വിരൽ ഇങ്ങനെ വൃത്താകൃതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിസ്ല ഹാദിഹി വഹല്ലക ബൈന ഇസ്ബഅയിൽ ഇബ്ഹാം വല്ലതി തലിഹാ. തള്ളവിരലും ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സമുദായത്തെ, സഹാബാക്കളെ ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ്, സഹാബാ, ആ മതിൽക്കെട്ടിന് ഇതേപോലെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. എത്രത്തോളം? അത് മതി, അവിടെ മുതൽ ബാക്കി ഇങ്ങോട്ടേക്ക് വരും. അപ്പോ ബഹുമാനപ്പെട്ട സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ പ്രിയ പത്നി അടുത്തിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നബിയെ, അത്ഭുതം. അതെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു ഈ ലോകത്ത്, എന്തൊക്കെയോ ദുരന്തങ്ങൾ വരാൻ പോകുന്നു ഈ ലോകത്ത്. ഇതിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ആകാശത്തിലെ പാളികൾക്ക് വിള്ളൽ സംഭവിച്ചിരിക്കല്ലേ, ഗവേഷകർ കണ്ടെത്തിയല്ലേ. ഉൽക്കകളൊക്കെ വീണ് തുടങ്ങിയില്ലേ, ഇതൊക്കെ ഗവേഷകർ കണ്ടെത്തിയിട്ടില്ലേ. വിള്ളൽ സംഭവിച്ചാൽ ഇത് തുടക്കാണ്, ഇനി മൊത്തത്തിൽ വിള്ളൽ സംഭവിക്കും. ഓസോൺ പാളികൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ ശാസ്ത്ര ലോകത്തെ പോലെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സംഭവം ഇതാ വരാൻ പോകുന്നു, അത് ഇത്രത്തോളം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഉടനെ അടുത്തിരുന്ന പ്രിയപ്പെട്ട പത്നി സൈനബ് റളിയല്ലാഹു അൻഹാ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അനുഹ്ലക് വഫീന സാലിഹൂൻ. നമ്മുടെ നാട്ടിലെ സാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ അവരുടെ മഖാമുകൾ ഉണ്ടായിരിക്കെ നമ്മെ അല്ലാഹു ശിക്ഷകൾ കൊണ്ട് പിടികൂടുമോ നബിയേ? അല്ലാത്തൊരു ചോദ്യമാണ്. ചില ആളുകൾ ധരിക്കുന്ന അങ്ങനെയാണ്, ഇവിടെ എല്ലാവരും നിസ്കാരം ഉള്ളവരാണ്, ഇവിടെ ഞങ്ങൾക്ക് ഔലിയുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ശേഖുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും ശിക്ഷയൊന്നും വരില്ല, അതൊക്കെ അതുവഴി അങ്ങനെ അങ്ങ് പോകുന്നതാണ് എല്ലാവരുടെയും ധാരണ. അത് ഉണ്ടാകാതിരിക്കാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ്. സാലിഹീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ അല്ലാഹു നമ്മളെ ദുരിതങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും നമ്മെ പരീക്ഷിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബലാ നഅം ഇദാ കസുറൽ ഖബസു. ഖബസ് അധികരിച്ചാൽ സൈനബേ, ആ നാട്ടിൽ എത്ര സാലിഹീങ്ങൾ ഉണ്ടായിരുന്നാലും സദ്വർത്തരുണ്ടായിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ പിടികൂടാതിരിക്കുകയില്ല. ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വൽ ഖബസു യാ റസൂലല്ലാഹ്, ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഉടനെ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാ, കുല്ലു മഅസിയാ ഉസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബർരി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. കടലിലും കായലിലും ഹൗസ് ബോട്ടിലും ആരാമത്തിലും ഹോട്ടലിലും റിസോർട്ടിലും മോട്ടലിലും രാത്രിയും പകലിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം അനാശാസ്യ അശ്ലീല പ്രവർത്തികൾ അധികമായി കഴിഞ്ഞാൽ ആ നാട്ടിൽ എത്രത്തോളം സാലിഹീങ്ങൾ ജീവിച്ചിരുന്നാലും ഭൂകമ്പം കൊണ്ടും അഗ്നിപർവ്വത
പർവ്വതത്തെ പൊട്ടിച്ചുകൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും അള്ളാഹു ആ നാടിനെ പരീക്ഷിക്കാതിരിക്കുകയില്ല സൈനബ എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്തോനേഷ്യയിൽ കണ്ടതല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സമൂഹം എവിടെയാണ്, രാജ്യം എവിടെയാ? അത് ഇന്തോനേഷ്യയാണ്. ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് വേണ്ടി വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാ. ഈ അടുത്ത സമയത്ത് പോലും ആയിരങ്ങളാണ് മരണപ്പെട്ടത്. 2004 സുനാമി അടച്ച് ആയിരങ്ങൾ തകർന്നില്ലേ? കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ഇതിന്റെ എല്ലാം ഉറവിടം കടൽ തീരത്ത് വിനോദസഞ്ചാര മേഖലകളിൽ നിന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതും അതേപോലെ വിനോദവും ആഭാസവും അശ്ലീലങ്ങളും നടക്കുന്ന സമയത്താ ആ കടലിനെ കൊണ്ടുപോലും അള്ളാഹു സുനാമി അടുപ്പിച്ചത്. അതും പടച്ച റബ്ബിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടെ കേൾക്കണേ. ഒരു 10 കിലോമീറ്റർ, ഒരു 20 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ കടലിന്റെ തിരമാലകൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ ثلاث مرات يستأذن الله أن ينتظر عليهم فيحفهم بمنه وكرمه كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എല്ലാ രാത്രിയും ഈ കാണുന്ന കടലിന്റെ തിരമാലകളുണ്ടല്ലോ 3 പ്രാവശ്യം അല്ലാഹുവിനോട് ചോദിക്കും അത്രേ. ലൈസ മിൻ ലൈല, ഒരു രാത്രി പോലും ഇല്ല, ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ 3 മററാത്ത്. അല്ലാഹുവിനോട് പടച്ച തമ്പുരാനോട് യസ്തഅ്ദിനുല്ലാഹ് അനുവാദം ചോദിക്കുകയാണ്. പടച്ചവനെ, ഈ കടലിന്റെ ഓരത്ത് താമസിക്കുന്നവര് ഈ കടലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അശ്ലീലതകൾക്ക് കോപ്പുകൂട്ടുകയാണ്. അല്ലാ, അവരെ ഞാനൊന്ന് പിടിക്കട്ടെയോ തകർക്കട്ടെയോ അല്ലാ. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ എല്ലാ രാത്രിയും പടച്ചവനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പടച്ചവന്റെ മറുപടി, അരുതേ, എന്റെ ദാസനെയും എന്റെ ദാസിമാരെയും തൊട്ടുപോകരുതേ കടലേ. ഫയഹ്ഫഹുമുല്ലാഹു ബിമന്നിഹി വകറമിഹി. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയും കൊണ്ട് കടലിനോട് പറയും, തൊട്ടുപോകരുത്. അല്ലാഹ് കാണാൻ അനുവാദം കൊടുത്ത ഈ വാലും സ്റ്റേജും ഒക്കെ ഉണ്ടാവും ഇവിടെ. നിങ്ങൾ വിചാരിക്കും കൊട്ടുകാട് വരെ ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ. കിലോമീറ്റർ ആണ് കടലിന്? 20 അല്ലെ 30 അല്ലെ 40 50. കടലിന് 50 100 കിലോമീറ്റർ അടിച്ച് ഇന്തോനേഷ്യയിലൊക്കെ 6 ഉള്ളു, 5 ഉള്ളു. കുറഞ്ഞു വരുവാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കണം. അപ്പൊ ദുആ കൂടുതൽ ചെയ്യണം, ദുആ കൂടുതൽ ചെയ്യണം. ഇവിടെ നിന്നൊക്കെ അടിച്ച് പത്തനാപുരത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിടും. അങ്ങനൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരട്ടെ. അള്ളാഹ്ക്ക് ഇതിപ്പോ എല്ലാം ഉണ്ടോ? അതാണ് 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ കടലിന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ എപ്പോഴും രാത്രി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടേ കിടക്കാവൂ രാത്രി. മനസ്സിലായില്ലേ? എപ്പോഴും ലാസ്റ്റ് സീൻ എത്ര? 12:31, 1:21, 2:41. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്ക. ഒരു ഇസ്തിഗ്ഫാർ പോലും ചെയ്യൂല. ചെറുപ്പക്കാര് മൊത്തവും ചെറുപ്പക്കാരുള്ള ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണോ ബാഡ് നൈറ്റ് ആണോ എന്നുള്ളത് നേരം വെളുക്കുമ്പോൾ പറയാം. കാരണം എന്താ? എവിടെ പോയി കിടക്കുന്ന അറിയാം. ഒരു ഹദീസ് കേട്ടോ, രാത്രി ഗുഡ് നൈറ്റ് അടിച്ച് കിടക്കുന്നവർ രാവിലെ അവന്റെ അവസ്ഥ എന്താവുന്നുള്ളതിന്റെ ഹദീസ് കേട്ടോ. FBയും VPയും എല്ലാ കോപ്പും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങിട്ട് ഒരു ഇസ്തിഗ്ഫാർ പോലും അല്ലാഹുവോട് പടച്ച എന്തൊക്കെ തോന്നിയാസാണ് അങ്ങോട്ട് ഇല്ലേ? സംഭവമില്ല. കോപ്പം എന്ന് പറഞ്ഞ പേടിയുണ്ട്. അതൊരു ആയുധം എന്നാണ് അതിൻ്റെ അർത്ഥം. ടെലസ്കോപ്പ് ഇല്ലേ? എല്ലാം കോപ്പ് എന്നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയുന്നത്. അല്ല, എൻഡോസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എല്ലാം കോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതൊരു ആയുധത്തിന്റെ ഒരു ഉപകരണം. അതേ ഉള്ളൂ അതിന്റെ പേര്. അങ്ങനെ തന്നെയാണ്. അത് നമ്മളെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട.
കളിക്കോപ്പ് എന്നൊക്കെ പറയുന്നത് പാട്ടൊക്കെ പാടുമ്പോൾ കളിക്കോപ്പുകൾ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അത് പിന്നൊക്കെ നമ്മൾ സംസാരിച്ച് പിന്നെ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഈ കാണുന്നൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ എന്ത് പറയാനാ? എത്ര അതീത് ഓതിയിട്ടും ഫായതയില്ല, ഖുർആൻ ഓതിയിട്ടും ഫായതയില്ല, ഇതിനൊട്ട് കുറവില്ല. പിന്നെ നമ്മളിതൊക്കെ പറയാതെ എന്ത് ചെയ്യും? ഇതുകൊണ്ടായി ലൈവ് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പച്ചക്കൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഈ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാലേ നമുക്ക് റാഹത്തായിട്ട് നല്ല കാര്യം പറയാൻ പറ്റുള്ളൂ അല്ലേ? അത് തന്നെ സംഭവം ആയിരിക്കട്ടെ. ഒരു അതീത് കേട്ടോ, രാത്രി കളിച്ചും ചിരിച്ചും കിടന്നുറങ്ങുന്നവൻ നേരം വിളിക്കുമ്പോൾ കടലിൽ പോയി കിടക്കുന്ന രംഗം അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. എല്ലാം പറഞ്ഞ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അല്ലാഹുവും റസൂലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്, എന്തുകൊണ്ടാണ് കടൽ ക്ഷോഭിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉരുൾ പൊട്ടുന്നത്, എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ ഗർത്തമുണ്ടായി അതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റ്, എന്തുകൊണ്ടാണ് കത്രീനക്കാറ്റ്, എന്തുകൊണ്ടാണ് തെത്ലി കാറ്റ്, എന്തുകൊണ്ടാണ് ലുബാൻ കാറ്റ്? പഠിച്ചല്ലേ ഇതൊക്കെ? അടിച്ചോണ്ടിരിക്കുക, ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എവിടുത്തെ തോതനുസരിച്ച് എങ്ങോട്ട് തിരിക്കണം എന്നുള്ള അള്ളാഹ് തീരുമാനിക്കും. ഇതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാണ് സംഭവം. പല പല പേര്, ഓരോരോ ദിവസം ഓരോരോ പേരാണ്. അടുത്ത സമയത്ത് ലുബാൻ കാറ്റ് വന്നു, എന്റെ മോടെ പേരാ ലുബാനാണ്, അതിലും പേര്. അപ്പൊ ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് മോളെ എന്റെ പേരിലാണല്ലോ ഇന്നത്തെ കാറ്റ്, കൊള്ളാം. വേറെ കാറ്റിന് എന്ത് പേരിടാനാണ്? ഓരോരോ പേര് ഇങ്ങനെ ഇട്ട് പോവാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നത്? അതീത് കേട്ടോ, അപ്പൊ മനസ്സിലാവും ഈ കാറ്റടിക്കുന്നൊക്കെ എന്താ സംഭവം. എല്ലാം അതാ റെഡ് അലർട്ട് അള്ളാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായിട്ടൊന്നും കൊണ്ടുവരാനൊന്നുമില്ല. എല്ലാം സംഭവിക്കാൻ പോകുന്നത് ഒച്ച വെള്ളം പോലെ അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ചു കഴിഞ്ഞു, എല്ലാം പഠിപ്പിച്ചു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, റവാഹു അഹ്മദ്, യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അലാ തുഅമിൻ വശുർബിൻ വലഹുവിൻ വലഅബിൻ, തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചും കൊണ്ടാണ് അവർ ഉറങ്ങുക. ഫയുസ്ബിഹൂ ഖദ് മുസിഖൂ ഖിറദതൻ വഖനാസീറാ, നേരം വെളുക്കുമ്പോ അവരുടെ കോലം തന്നെ മരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി അലാ തുഅമിൻ വശുർബിൻ നബി പറഞ്ഞ വാക്കാണ്, ശരിയല്ലേ? നമ്മൾ രാത്രി 12 മണി, നമ്മൾ ഹൈവേയിലൂടെ പോയി നോക്ക്, 12 മണി 1 മണിക്കൊക്കെ അൽഫാമിന്റെ കാലും കടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അൽഫാമിന്റെ കാല് ഒരുത്ത ഇങ്ങോട്ട് പിടിക്കുന്നു, അവരെ ഇങ്ങോട്ട് പിടിക്കുന്നു അല്ലേ? നാറിലെ കോഴി, നൂറിലെ കോഴി, ചൊവ്വായ കോഴി, പാവം കൊച്ചു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വിഷമം വരും. അല്ലാ കഷ്ടം. അതിനെ പൊക്കി എടുത്തോണ്ട് വന്ന് അളിയ പിടിയളിയ, ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട്. സമയം നോക്കുമ്പോ 1:42. എടാ ഈ 12 മണിക്ക് ഇവന്മാര് തിന്നുന്ന കണ്ടില്ല. രാത്രിയാ മൊത്തം കട, നൈറ്റ് കടകളല്ല കൂടുതലും. ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, രാത്രി ഇതൊക്കെ തിന്നിട്ടല്ലേ പോയി കിടക്കുന്നത്. കഞ്ചാവ് ഇഷ്ടം പോലെ കിട്ടും, തട്ടുകടയുടെ കൂട്ടത്തിൽ ഇതും കിട്ടും സാധനം. ആംബ്ലേറ്റ് അടിച്ചു വിട്ടിട്ട് ഈ സാധനം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്, നല്ല റാഹത്താണ്. അപ്പൊ നല്ല ഉറങ്ങാൻ പറ്റുമെന്ന്. നമ്മൾ കുരുമുളകാന്ന് വിചാരിച്ച് മുസ്ലിയാർ അങ്ങനെ മേടിച്ചടിച്ച സുബഹി 9 റക്കാത്തായിരിക്കും രാത്രി. അതുകൊണ്ട് തട്ടുകടയിൽ പോയിട്ട് ബുൾസ അടിക്കാൻ നിൽക്കണ്ട, ഏറ്റവും നല്ല കാര്യം അതാണ്. ചുരുട്ടിട്ട് കൊടുക്കാണ് സാധനം. ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നൊന്നും, ഒന്നും അറിയില്ല. തിന്നാനും കുടിക്കാനും പറ്റാത്ത കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി പോയി ഹബീബേ. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി എന്റെ ഉമ്മത്ത്, അതാണ് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, യബീതു ഖൗമൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്ത്, ഈ സമുദായം രാത്രി ഉറങ്ങുന്നത് അലാ തുഅമിൻ വശുർബിൻ, തിന്നും കുടിച്ചിട്ടുമാണ്, വലഹുബിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചിട്ടുമാണ്. വാട്സാപ്പിൽ കളിയല്ലേ രാത്രി ഉറങ്ങുമ്പോ? അതല്ലേ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ ശരി നേരം വെളുത്തോണ്ട് എഴുന്നേറ്റ് കുത്തി നോക്കും, വല്ലവണ്ണം വിട്ടോന്ന്, വല്ല സാധനം വിട്ടിട്ടുണ്ടോന്ന്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സാധനം എടുത്ത് ആദ്യം വരച്ചു നോക്കുന്നത് അതല്ലേ? ദിക്റുകളുണ്ടോ? അല്ലാഹയെ ഓർക്കാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴേ തന്നെ, എഴുന്നേൽക്കുമ്പോഴേ തന്നെ, തലങ്ങണിക്ക് വരെ ഇതെടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. കളിയിലും ചിരിയിലും രസത്തിലും അനുഭൂതിയിലുമാണ് എന്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത്.
ഫയസ്ബിഹൂ ഖദ് മുസിഖൂ ഖിറദതൻ വഖനാസീറാ. പന്നിയുടെയും കുരങ്ങന്റെ ഒക്കെ കോലത്തിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിലും എന്റെ ഉമ്മത്തികളെ കോലം മറിക്കലെന്ന് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോലം മാറിപ്പോ, നമ്മുടെ രൂപം മാറിപ്പോ. എങ്ങനെ? നേരം വെളുക്കുമ്പോൾ നേരം വെളുക്കുമ്പോ രാത്രി സംസാരിച്ചിട്ട് ഉറങ്ങാൻ കിടന്നവരാണ്, രാത്രി ഫോണിലൂടെ സംഭാഷണം നടത്തിയവരാണ്, 12 മണി 1 മണിക്ക് സംസാരിച്ചവരാണ്, പരസ്പരം ചാറ്റ് ചെയ്തവരാണ്. നേരം വെളുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ കടയുടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു, ബിബനി ഫുലാൻ حتى يصبح الناس فيقولون. ജനങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് വിളിച്ചു പറയുകയാ, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ. അളിയാറിഞ്ഞോ, ഇന്നാരുടെ വീടോടുകൂടി ഭൂമി കൊണ്ടുപോയി, ഇന്നാരുടെ മകനെ വെള്ളം കൊണ്ടുപോയി, ഇന്നാരുടെ മകന്റെ വീടും കുടുംബവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ സമൂഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് കളിയിലും ചിരിയിലുമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അടിമാലിയിൽ 12 മണിക്ക് പരസ്പരം സലാം പറഞ്ഞു ഉറങ്ങിയവരാണ്, പരസ്പരം ഷെയ്ഖാന്റെ കൊടുത്തുറങ്ങിയവരാണ്, പരസ്പരം ഫോണിലൂടെ ചാറ്റ് ചെയ്തുറങ്ങിയവരാ. 3:15 ഉരുൾപൊട്ടിയത് അവരെ അറിയുന്നില്ല, ആ നാട്ടുകാരെ അറിയുന്നില്ല. നേരം വെളുക്കുമ്പോ ആ ഗ്രാമവീതിയിലൂടെ സഞ്ചരിച്ചവരെ കാണുന്നത് അത്ഭുതം കാഴ്ചയാണ്, അത്ഭുത കാഴ്ചയാ. അങ്ങനെ ഒരു വീടേ അവിടെ ഇല്ല. ഖുർആന് പറഞ്ഞില്ലേ, കഅല്ലം തഗ്ന ബിൽ അംസി. ഇന്നലെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ലാത്ത മാതിരി അല്ലാഹു ആ ഭൂമിയെ നിരപ്പാക്കി കളഞ്ഞു. എല്ലാരും പറഞ്ഞില്ലേ നേരം വെളുത്തപ്പോ അറിഞ്ഞോ സംഭവം? ഇടുക്കിയിലെ ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, ഒരു വീട് ഒലിച്ചുപോയി, 4 പേരൊരു കുടുംബത്തിൽ ഒലിച്ചുപോയി, കുട്ടി ഒലിച്ചുപോയി, തള്ള ഒലിച്ചുപോയി. നമ്മളെല്ലാരും പറഞ്ഞില്ലേ? അബീവേ എന്താ മിണ്ടാത്ത നിങ്ങള്? പറഞ്ഞില്ലേ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ പറയുമെന്ന് ജനങ്ങൾ നേരം രാവിലെ അല്ലേ പറഞ്ഞത്, രാത്രി അറിയില്ലല്ലോ. ഇങ്ങനെ സംഭവിച്ച നമ്മൾ അറിയില്ലല്ലോ, ഇനി അവിടെ ഉള്ളവർ അറിഞ്ഞു വേണം. പക്ഷെ നമ്മൾ അറിഞ്ഞ രാവിലെയാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അറിഞ്ഞോ, അടിമാലിയിൽ ഉരുൾപൊട്ടൽ, ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ, കോഴിക്കോട് ഉരുൾപൊട്ടൽ. ഇതെല്ലാം ഉരുൾപൊട്ടി എന്ന് പറയുമ്പോൾ ഇത്ര വീട് പോയി, ഇത്ര പേര് പോയി, ഇത്ര ആളുകളെ കാണാനില്ല. അവർ വിളിച്ചു പറയുകയാണ്, ഇന്ന കുടുംബക്കാരെ കൊണ്ട് വീട് ഇതാ മുങ്ങിയിരിക്കുകയാണ്, വീട് ഇതാ ഒഴിച്ചു പോയിരിക്കുകയാണ്, ഭൂമി ഇതാ താഴ്ന്നിരിക്കുകയാണ്, ആകെ മൊത്തത്തിൽ വിഷമം, പ്രയാസം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ് നബിയേ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അയച്ചതുപോലുള്ള പ്രളയങ്ങളാണ് അയക്കുക. സുനാമി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, അതേപോലെ കടൽക്ഷോഭത്തെ കൊണ്ടും വെള്ളപ്പൊക്കത്തെ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമത്രേ. മാത്രമല്ല ആദ് സമൂഹത്തിന്റെ നേർക്ക് അല്ലാഹു തആല അയച്ച ഭയങ്കരമായ കാറ്റ്, അരീഹൽ ലഖീൻ വലതുർസിലന്ന അല്ലാഹു അലൈഹിം അരീഹൽ അഖീം. ഒരു ഗുണം ചെയ്യാത്ത ആർക്കും ഗുണമില്ലാത്ത കൊടുങ്കാറ്റ് കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുകയാ, അതിന്റെ കാരണങ്ങൾ എന്താണ് നബിയേ? ബീനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 കാരണങ്ങളാണ് സഹാബ. അതിനുള്ള കാരണങ്ങൾ 5ആണ്. 1, ബിശുർബിഹിം അൽ ഖംറ, അവർ മദ്യം കുടിക്കുന്നതിന്റെ പേരിലാണ്, കഞ്ചാവ് കഴിക്കുന്നതിന്റെ പേരിലാണ്. കഞ്ചാവ് മദ്യമൊക്കെ കല്ലി വലിയ അതൊക്കെ പോയി സംഭവം, അതൊക്കെ ജ്യൂസ് പോലെയുള്ളൂ. അപ്പൊ അതൊന്നും പറ, മറ്റേ സാധനം വേണം. അത് പോയി ഇഞ്ചക്ട്. ഇത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൊച്ചുകുട്ടികളടക്കം 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 13ാം ക്ലാസ്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നില്ലേ, വെടിഞ്ഞത്ത് ഒരു ഉമ്മയെ ആരാ
കൊന്നത് ഒരു ഉമ്മയെ കൊന്നത് ആര്? 15 വയസ്സുള്ള പയ്യൻ, സ്വന്തം മകൻ കഞ്ചാവിനടിറ്റ്. 5 കാര്യം. ഒരു ഹദീസ് തുറക്കട്ടെ. വേറെ ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ആയിഷ ബിയുടെ അരികിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? കേട്ടോണം, നല്ലപോലെ കേട്ടോണം. ഇനി അടുത്തുണ്ടാകുമ്പോൾ ഈ ഹദീസൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാവില്ല എന്നും പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ടെല്ലാം പോയെന്നും പേടിക്കൊന്നും വേണ്ട. പതി അള്ള പിടിച്ചിരുത്തിയേക്കുക. ആരുടെയൊക്കെ ദുആടെ ബർക്കത്തുണ്ട്. പേടിച്ചോ എല്ലാം കേട്ടോ. നിർത്താൻ സമയമായോ? പോകുന്ന ആൾക്കാരുണ്ട്. ഇത് കേട്ടപ്പോൾ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പേടിയായിരിക്കും. എത്ര പോയാലും കൂടെ വരുമെന്ന ഹദീസ്. അതിന്റെ ആയത്തുണ്ട്, ഓതണോ? പോകുന്നവന്റെ കൂടെ വരുമെന്ന, ഓടുമ്പോ അവന്റെ പിന്നാലെ വരുമെന്നുണ്ട്. അതിന്റെ ആയത്തുണ്ട്. എല്ലാം ഉണ്ട്. അല്ലാഹു തആല ഒന്നും പറയാതെ പോയിട്ടില്ല. ഉറങ്ങുന്ന സമയത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ വരുമെന്ന്, പകൽ സമയത്ത് നടക്കുമ്പോ വരുമെന്ന്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായിട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുക. എവിടെ ഓടിപ്പോകാനാ, എങ്ങോട്ട് പോകാനാ? അതാ അല്ലാഹു ഞാൻ നേരത്തെ ഒരു ആയത്ത് ഓതി വെച്ചു. എങ്ങനെയൊക്കെയാ സൃഷ്ടിക്കുന്നത്? فَكُلًّا أَخَذْنَا بِذَنبِهِ فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا. കൊടുങ്കാറ്റടിച്ച്, ചരൽക്കാറ്റടിച്ച്, പൊടിക്കാറ്റടിച്ച്, തീക്കാറ്റടിപ്പിച്ച് ഈ സമൂഹത്തെ ഞാൻ പീഡിപ്പിക്കുമത്രേ. കാറ്റടിക്കുന്നതിന് വേറൊരു കാരണം ഒരു ഹദീസ് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇപ്പൊ ഈ കാറ്റ് ഭയങ്കരമായിട്ട് കിടന്നടിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഉത്തരവ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖി ഫയുംസഖു ബഅ്ദുഹും വയുഖ്സഫു ഫി ബഅ്ദ് ذلك بما عصوا وكانوا يعتدون كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറഞ്ഞില്ലേ, അത് യാഥാർത്ഥ്യമായില്ലേ? അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുന്നതെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. എന്തേ കാരണം? ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ, പെണ്ണ് പെണ്ണിനെ കൊണ്ട് ലൈംഗിക അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുമ്പോ വദ്രിജാലു ബിർരിജാൽ, ആണ് ആണുങ്ങളുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ആഭാസത്തിന് പരസ്യമായ ഒരു അനുവാദം ഏതൊരു കാലഘട്ടത്തിൽ ലഭിക്കുന്നുവോ ഫബശ്ശിർഹും, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. എന്താണ് ആ സന്തോഷ വാർത്ത? ബിരീഹിൻ ഹംറാ, കൊടുങ്കാറ്റ്, ചരൽക്കാറ്റ്, തീക്കാറ്റ്, കത്രീന കാറ്റ്, തെത്ലി കാറ്റ്, ലുബാൻ കാറ്റ്, ഇതുപോലുള്ള കൊടുങ്കാറ്റുകളെ കൊണ്ട് അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. ആ കൊടുങ്കാറ്റടിച്ചാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? ഫയുംസഖു ബഅ്ദുഹും വയുഖ്സഫു ബിബഅ്ദ്, അവരുടെ ചിലരുടെ കോലങ്ങൾ തന്നെ മറിക്കുകയും ചിലരെ ചെളിക്കുണ്ടിൽ ആഴ്ത്തിക്കളയുകയും ചെയ്യുമത്രേ. പോയി 5 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോ മോന്ത കാണൂല, കണ്ണ് കാണൂല, എല്ലാം കൂടെ ഞങ്ങൾക്ക് ഇരിക്കുന്ന ആളാണ്, തെള്ളിയും പറിച്ചൊക്കെ ഇരിക്കുന്ന ആളാണ്. അതിന്റെ അർത്ഥം എന്താ? വിരൂപി എന്നല്ല അതിന്റെ അർത്ഥം. കോലം മറിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ഓക്കി കാറ്റടിച്ചു, DNA ടെസ്റ്റ് ചെയ്തിട്ടല്ലേ ഇത് ഇന്നാളാണെന്ന് മനസ്സിലാക്കിയത്. കേരളത്തിൽ നടന്ന സംഭവം. ഓക്കി കാറ്റടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശരിയാണ്, കൊടുങ്കാറ്റടിക്കും, പക്ഷെ നിങ്ങളുടെ രൂപം മനസ്സിലാക്കാൻ പറ്റൂല. ഭൂമിക്കുള്ളില് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും, ആണ്ടുപോകും, ചെളിയിൽ കുടുങ്ങിപ്പോകും, പൊതഞ്ഞു പോകും. അള്ളാഹു റസൂൽ പറഞ്ഞു, അങ്ങനല്ലേ എടുത്തത് ഇടുക്കിയില് ചെളിക്കുണ്ടിൽ നിന്ന്. ആരാന്ന് മനസ്സിലായില്ല. കാല് പിടിച്ചപ്പോ കാല് മാത്രം അടർന്നു വന്നു. ആ കാല് ആരുടെയാന്ന് അറിയാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തി. DNA പെണ്ണിന്റെ ആണോ ആണിന്റെ ആണോ എന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം അവസ്ഥ. അതിന്റെ അർത്ഥം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാതെ പന്നിയെ പോലെ, അതല്ലാതെ കുരങ്ങനെ പോലെ കോലം മറിക്കുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള കോലം മാറിപ്പോകും. ശരിയല്ലേ?
ഇന്തോനേഷ്യയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? കോലങ്ങൾ എങ്ങനെയാണ്? നഊദുബില്ലാ, നഊദുബില്ലാ, നഊദുബില്ലാ. അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. നമസ്കാര ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാന യസ്തഈദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിത്നി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുവേ, രഹസ്യമായും പരസ്യമായും ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഫിത്നകളിൽ നിന്ന്, ഈ പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവനെ, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞാൻ നിന്നോട് അഭയം തേടുന്നു പടച്ചവനെ, കാവൽ തേടുന്നു പടച്ചവനെ എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ദുആ ചെയ്യുമായിരുന്നു എല്ലാ നമസ്കാര ശേഷവും. നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണേ. എവനതിനുള്ള സമയം? അള്ളാഹയോട് ചോദിക്കാൻ എവനതിനുള്ള സമയം? അള്ളാഹുവിന്റെ റസൂൽ അതുവരെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ കോലം തന്നെ മറിക്കപ്പെടും. എന്താ കാരണം? പ്രകൃതി വിരുദ്ധ ലൈംഗികത അധികരിച്ചാൽ അനുവാദം കിട്ടിയില്ലേ? ഇന്ത്യയിൽ അനുവാദം കിട്ടിയില്ലേ? ആ മൂള് നിങ്ങൾ മൂളിയെങ്കിലില്ലേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് പോവാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആണുമായിട്ട് പെണ്ണുമായിട്ട് എന്തിനുള്ള അനുവാദമായി? അപ്പൊ ഇനി മുസ്ലിയാരാണ് മദ്രസ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരാൻ പാടില്ല. അനുവാദം പൊതു അനുവാദമായി, സുപ്രീം കോടതി ഉത്തരവ് അല്ലേ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ എങ്ങാനും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കോലം മറിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുപ്രീം കോടതി അനുവാദിയാണെന്നും പറഞ്ഞ് ഏതെങ്കിലും പരിപാടിക്ക് പോകാൻ പറ്റുമോ? വേറൊരു അനുവാദം കൂടെ കിട്ടി. എന്താണ്? വിവാഹേതര ബന്ധം. ഇല്ല കിട്ടിയില്ലേ? ഇവിടെ വന്നില്ല റിപ്പോർട്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, കെട്ടിയോനും രണ്ട് മുറിയിലായിരുന്നു, ഇപ്പൊ ഒരു മുറി കിടക്കാൻ തുടങ്ങിയവര്. ചില വീടുകളിലൊക്കെ അങ്ങനെ അല്ലേ ഉസ്താദേ? ചില വീടുകളിലൊക്കെ അങ്ങനെയാണ്, ഭാര്യ വേറെ ഭർത്താവ് വേറെ. അതുകൊണ്ട് ഇപ്പൊ ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങി. അതും കൊള്ളാം, സുപ്രീം കോടതിയുടെ നല്ലൊരു ഉത്തരവാദിത്വം. എന്തിനാ? സ്നേഹം കൊണ്ടല്ല, അടിച്ചു മാറ്റുമോ എന്ന് പേടിച്ചിട്ട്. സ്നേഹം കൊണ്ടൊന്നും അങ്ങനെ നടക്കില്ല. കൊള്ളാം. എത്ര പ്രാവശ്യം അവള് പറഞ്ഞു, ഇവിടെ വന്ന് കിടക്ക. പോട്ടെ, ഞാൻ കൂടെ ഒന്ന് കയറുന്നില്ല. വന്നപ്പോഴേ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അച്ഛാ അതൊന്നും പറയല്ലേ എന്ന്. ഞാൻ അതൊന്നും പറയുന്നില്ല, പോട്ടെ. ചില വിഷയം പറഞ്ഞ് ഞാൻ പറയൂല, അറിയാതെ ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുനിഞ്ഞിരുന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹേതര ബന്ധം എന്തുകൊണ്ടാണ് ഭൂകമ്പുണ്ടെന്നൊരു ഹദീസ് കേട്ടോ. അതോടെല്ലാം പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മോനെ വക്കലെടുക്കുന്നില്ല ചങ്ങാതിമാരെ. സമയമാകുമ്പോൾ ഇവിടെ കൊണ്ട് വെച്ചേരെ, ഞാൻ പറയാം. 2 മണിക്കൂർ പ്രസംഗിക്കണം. 9:40 തുടങ്ങിയല്ലയോ? ആന്നോ? 9:30 10:30 11:30 9 തീർക്കണം. എൻ്റെ വീടിനടുത്തൊരാൾ മരണപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എന്നാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ കേട്ടില്ലേ? ഇനി എന്ത് കുലുങ്ങാൻ? എല്ലാം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അനസ് റളിയല്ലാഹു തആല അൻഹു ചില സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു. അല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. فقال لها الرجل يا أم المؤمنين حدثني عن الزلزلة. ഭൂകമ്പം ഉണ്ടാകുകയും ഭൂമി കുലുക്കം ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്? പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പ്രകൃതിയുടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്? അതിന്റെ കാരണം ഒന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, 3 കാരണം. മഹദി അവർ പറഞ്ഞു 3 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 കാരണം, അത് വേറെ. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതിന്റെ അംശം വരുന്നുണ്ട്. അതായത് ഇതും കൂടെ ചേർത്ത് പറയുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ പൈസ എന്തിലും കുഴപ്പമില്ല, വാത് കേട്ടിട്ട് പോകും. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നല്ലപോലെ കേൾക്കണം. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് എത്ര വലിയ കാര്യമാണ്. വിവാഹേതര ബന്ധം അനുവദനീയല്ലേ? വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ, ഞാൻ പറഞ്ഞ വാക്കല്ല മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ,
ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം അനസ് റളിയല്ലാഹു തആല അൻഹു പോയി ചോദിച്ചു, ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞതാ മഹദി അവർകളെ. അപ്പൊ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളറബു ബിൽ മആസിഫി ഗാറല്ലാഹു ഫീ സമാഇ فقال الله للأرض تزلزلي فإن تابوا ونزعوا وإلا أهدمها عليهم. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക. 3 കാരണങ്ങളാണ് മഹദി അവരോട് പറഞ്ഞത്. ഭൂമി കുലുങ്ങാനുള്ള കാരണം 3 കാരണം. എന്താ പറഞ്ഞത്? 1, ഇദസ്തബാഹു അസ്സിനാ, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുമ്പോൾ. മുസ്തഹബ്, ഇസ്തിഹ്ബാബ്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് എന്തുമാകാം. വന്നില്ല നിയമം. ഇതിനു മുമ്പ് ഇസ്ലാം പറഞ്ഞില്ലേ ഇങ്ങനെ വരുമെന്ന്? ഇസ്ലാം പറഞ്ഞില്ലേ? ഇതിന് ഉപോത്ബലകമായി വേറെ ഹദീസുകളുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും പോയാൽ ഇന്നൊന്നും പ്രസംഗവും തീരൂല, 35 പാക്കറ്റും കിട്ടൂല. ഇങ്ങോട്ടൊന്നും പോകുന്നില്ല സംഭവം. ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ തീരരുത്. മൊത്തം ഓരോന്നോരോന്നോ എല്ലാ നിയമങ്ങളും അല്ലാഹു റസൂൽ പറഞ്ഞിട്ട് ഇവിടെ പോയത്. എല്ലാം ക്ലിയർ എല്ലാം പറഞ്ഞിട്ടാ പോയത്. ഒന്നും ഇനി പറയാൻ ബാക്കി വെച്ചിട്ടില്ല. ഇല്ല. ഇദസ്തബാഹു അസ്സിന, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന കാലം വന്നാൽ. എന്താ സംഭവം ഇല്ലേ? അനുവദനീയമായ ഒരു കാലം വന്നില്ല. ഇനി എന്താ ഇപ്പൊ സംഭവം? ഇതിനകത്ത് ഇനി എന്താ പറയാൻ? എത്രത്തോളം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പരസ്യമായിട്ട് ഈ പരിപാടിക്ക് പോകുന്ന പറഞ്ഞത്. പരസ്യമായിട്ട് ഇപ്പൊ ആകാൻ കുഴപ്പമില്ല. അത് അതീതുണ്ട്. അരിച്ചാണല്ലോ ഇപ്പൊ വലിയ കാര്യം. സ്കൂളിലും ബൈക്കിനകത്തൊക്കെ കയറിയിരുന്ന് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ജിറാഫ് പോകുന്ന പോലെ ഇരിക്കുന്നെങ്കിൽ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയണം. സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ സംഭവം? ഞാൻ ഇന്നിപ്പോ കേട്ടു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ലവ് വന്നു. എന്താ റബ്ബേ ഇത് എവിടെ കൊണ്ടുവച്ചാ ലവ് ഉണ്ടാക്കുന്നെന്നുള്ള അറിയാൻ പറ്റും. 4ാം ക്ലാസ്സിൽ ഉണ്ട്. അത് പറഞ്ഞ അമ്മമാര് ചിരിയുണ്ടാവും. കൊച്ചു കുണ്ടന്മാര് കൊള്ളാം. മാരെ ചിരി ഉണ്ട്. അത് തന്നെയാണ് പേര്. ഇപ്പോഴേ പഠിച്ച് ആ സാധനത്തിന്റെ പേര് ഇപ്പോഴേ അമ്മമാര്. അല്ലെങ്കിൽ അവർ ഒരു നാളെ കുട്ടികൾക്ക് പോലും അങ്ങനെ ആയിപ്പോയി. ആലോചിച്ച് നോക്കുക അബീവേ, ഇല്ലേ? ഇനി വളർന്നുള്ള അവസ്ഥ എന്താ? പണ്ട് നമ്മൾ മുസ്ലിയാരായത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ ലവറായി പോയനെ. അള്ളാഹ് നമ്മളെ സംരക്ഷിച്ച. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പേടിയാ. പെണ്ണുങ്ങൾ ഇങ്ങോട്ടും എടുക്കൂല, നമുക്ക് അങ്ങോട്ടും എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. ആർക്ക് മനുഷ്യന്മാർ ആഗ്രഹമില്ലാത്ത? മലക്കുകൾ പോലും ആഗ്രഹിച്ചല്ലേ. നിങ്ങൾ എന്താ പറഞ്ഞ? ആറൂത്ത് മാറുന്ന ചരിത്രം എന്താ? നിങ്ങളെന്താ വിചാരിച്ചതൊക്കെ? അതൊക്കെ പോട്ടെ, പക്ഷേ അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പൊ ഞങ്ങളെ മാത്രം നിങ്ങൾ കുറ്റം പറയരുത്. ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യന്മാരൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളെ മാത്രം കുറ്റം പറയണ്ട. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഇസ്സത്തിലാക്കട്ടെ, ഇഫത്തിലാക്കട്ടെ. ദുനിയാവി ഉഖ്റവി ഫളീഹത്തിൽ നിന്ന് യാ അല്ലാഹ് നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും. എന്താ റബ്ബേ, ഹബീബായ തങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാല് ഓരോരോ സംഭവം വരുമ്പോൾ നമ്മളെ ഓരോ ഹദീസുകളൊക്കെ നോക്കും. പടച്ചനെ എന്ത് ഇന്നലെ ഇറങ്ങിയതാണോ? لا تقوم الساعة حتى يتصافد الناس تصافد البهائم في الطريق. ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. പരസ്യമായി ജനങ്ങൾ നടുറോഡിൽ വെച്ച് മൃഗങ്ങളെ പോലെ വേഴ്ച നടത്തുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. മൃഗങ്ങളെ പോലെ. മൃഗങ്ങൾ റോഡ് സൈഡിലല്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ട്? നമ്മളെ പറയണം എന്താണ് മൃഗത്തെ പോലെ എന്ന് നമ്മൾ പറയും. അതിന്റെ അർത്ഥം എന്താ? മൃഗങ്ങളെ പോലെ ഇവനും തുടങ്ങി. വഴിയോരങ്ങളില്, റോഡിന്റെ സൈഡില് ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പൊ എന്താ അടുത്തത് സംഭവിക്കുന്നത്? 3 കാര്യം. ഒന്നുകൂടെ വേറൊരു ഹദീസ്. ഓരോന്നോരോന്ന് വേറെ പോകും. അതാണ് ഇപ്പൊ. അപ്പൊ ആദ്യത്തെ വിട്ടുപോകും. അതല്ലേ ഈ പ്രശ്നങ്ങള്. അല്ലാഹുവേ, ലോകത്ത് ഇത് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹേതര ബന്ധം അനുവദിക്കപ്പെട്ടു. വർഷത്തിൽ 56,300 എയ്ഡ്സ് രോഗികൾ ഉണ്ടാകും. വർഷത്തില് 18,000 പേര് വർഷത്തിൽ മരണപ്പെട്ടു പോകുന്നു. 3 ലക്ഷം
അവിവാഹിതകൾ ഗർഭിണികളാണ്. 3.5 ലക്ഷം പെണ്ണുങ്ങളുടെ ഗർഭം അലസുന്നു. അവിടെ അബോർഷൻ നടത്തുന്നു അമേരിക്കയില്. ഒരു പുസ്തകത്തിലുള്ളതാ. പുസ്തകത്തിന്റെ പേരെന്താ? ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പുസ്തകത്തിന്റെ പേരാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാപ്പാട് ആവശ്യമുണ്ടോ ഇതിനുമല്ലോ? വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി ഇറങ്ങാവുന്ന സൂപ്പർ മാർക്കറ്റായി മാറി പെണ്ണുങ്ങള്. ഇഷ്ടമുള്ളവന് വരാം, ഇഷ്ടമുള്ളവർക്ക് പോകാം. അങ്ങനെയായി മാറിയില്ലേ? ഇത് പാശ്ചാത്യ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരമല്ല. ഇന്ത്യയിലും അങ്ങനെ നിയമം വന്നുപോയി. എന്റെ മുസ്ലിം സഹോദരി സഹോദര, നമ്മൾ സൂക്ഷിച്ചു. നമ്മുടെ ദീൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ച ദീനാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റൊന്നുമല്ല. നമ്മക്ക് കാശറിനിരിക്കാൻ ഒരു സ്ഥാനമുണ്ട്. അയാൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും അവിടെ കയറി തോണ്ടാൻ പറ്റൂല. അത് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമമാണ്.